ദോഹയാണെങ്കിലും തടസ്സം ട്രാഫിക്കാണ്. ഒരു വിധത്തിലാണ് അങ്ങനെ ഷാർജ എയർപോർട്ടിലെത്തിയത്. നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി, അകത്തേക്ക് കയറുന്നു. നേരെയുള്ളത് ഈ ഗേറ്റാണ്. ഈ ഗേറ്റിലെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർത്തു. ഇനി ഷാർജ ഡ്യൂട്ടി ഫ്രീ ആണ്. ഡ്യൂട്ടി ഫ്രീയിൽ ഇഷ്ടം പോലെ ചോക്ലേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ പെർഫ്യൂം ഉണ്ട്. ഇനിയുള്ള ഒരു ലക്ഷ്യം വാച്ചിൻ്റെ കളക്ഷൻ നോക്കുക എന്നുള്ളതാണ്. 1B ആണ് നമ്മുടെ ബോർഡിംഗ് ഗേറ്റ്. ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് 1Bയിലേക്ക് നടന്നു. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു കാര്യം മറന്നുപോയി. സെക്യൂരിറ്റി ചെക്ക്, നമ്മൾ ബെൽറ്റ് കൂരിട്ട് ചെക്ക് ചെയ്യുന്നില്ലേ, 1B വിമാന കാത്തിരിപ്പ് കേന്ദ്രം. ഞാനും കാത്തിരിക്കുകയാണ്. ഇതാ ബോർഡിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നേരെ ഗേറ്റിലേക്ക്, ബോർഡിംഗ് ഗേറ്റിലേക്ക് കടക്കുമ്പോൾ ബസ്സാ, വിമാനം പ്രതീക്ഷിച്ചിട്ട്. അല്ല, ദോഹയിലേക്ക് ഇനി ബസ്സാണോ? ഇവന്മാരെന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. എല്ലാവരും കയറി വണ്ടി എടുത്തു, മുമ്പോട്ട് നീങ്ങുന്നു. ഇതാ സൈഡിലൊക്കെ ആയിട്ട് വിമാനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. ആ വിമാനത്തിലേക്ക് തന്നെയായിരിക്കും കൊണ്ടുപോകുന്നത്, ഉറപ്പാണ്. വലിയ മാറ്റമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ഇതാ ഈ സൈഡിൽ കാണുന്നതാണ് റൺവേ. ഇതെന്തത് KSRTC ബസ് സ്റ്റാൻഡിലുള്ള വിമാനം നിർത്തിയിരിക്കുക. ആയി നമ്മുടെ വിമാനത്തിലേക്ക് കയറുന്നു. അങ്ങനെ മെല്ലെ എയർ അറേബ്യയുടെ വിമാനത്തിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. നമ്മുടെ സീറ്റ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. 25C ആണ് എൻ്റെ സീറ്റ്. വേറെ ആരും എൻ്റെ സീറ്റിലില്ലാത്തതുകൊണ്ട് എനിക്ക് വെൻഡോ സീറ്റിൽ തന്നെ ഇരിക്കാൻ പറ്റി. ഇതാ ചേച്ചിമാർ ചുവന്ന ഡ്രസ്സിട്ട് എയർ ഹോസ്റ്റസ് ആണ്, അവർ നടക്കുന്നു. ഞാനിതാ നോക്കിയിരിക്കുന്നു. ഇതാണ് വിമാനത്തിൻ്റെ. ഇതിപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും റിവ്യൂ എടുക്കാൻ വേണ്ടി ഇട്ടതാണോന്ന്. ഒരിക്കലുമല്ല, നല്ല രസം തോന്നിക്കഴിഞ്ഞപ്പോൾ എടുത്തതാണ്. അങ്ങനെ വിമാനം പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ചേച്ചിമാർ മറ്റേ ഇത് പറയുന്നില്ലേ, ഈ വെള്ളത്തിൽ വേണം എന്ത് ചെയ്യുന്നതെന്നൊക്കെ, അങ്ങനെ പറഞ്ഞു. വിമാനം ഇതാ ആകാശത്തേക്ക് കുതിച്ചുയരുന്നു. ഇത് ദുബായിയുടെ രാത്രികാല ആകാശ ദൃശ്യം. അങ്ങനെ ദുബായ് വിട്ടു, ദോഹയിൽ ഇറങ്ങി. ബാക്കി അടുത്ത എപ്പിസോഡിൽ.